ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഷോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ലവ് ഗ്രോസ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം വളരുന്നത് മനസ്സിലാക്കലിലൂടെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. വളരെ സ്നേഹമുള്ള രണ്ടാളുകൾ എന്തുകൊണ്ടാണ് ചിലപ്പോൾ അകന്നു പോകുന്നത്? അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് അകന്നു പോകേണ്ടി വരുന്നത്. ജീവിതത്തിലെ സ്നേഹത്തെക്കാളും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ചെറിയ കഥ നിങ്ങൾ ബന്ധങ്ങളെ കാണുന്ന നിങ്ങളുടെ രീതിയെ തന്നെ മാറ്റിയേക്കാം. രണ്ട് പൂന്തോട്ടങ്ങൾ, ഒരു ഗ്രാമത്തില് അടുത്തടുത്തായിട്ട് രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ താമസിച്ചിരുന്നത് രണ്ട് കപ്പിൾസ് ആയിരുന്നു. ഒന്നാമത്തെ വീട്ടിലെ കപ്പിൾസ്, ആ ദമ്പതികള് വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ചിരി, സംസാരം, ബഹുമാനം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വീട്ടിൽ എപ്പോഴും വഴക്ക്, ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഒരു ദിവസം ഈ രണ്ടാമത്തെ വീട്ടിലെ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, എന്താണ് അവരുടെ വീട്ടിലെ സന്തോഷത്തിന്റെ രഹസ്യം? അവൻ ആ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ഭാര്യ അതിമനോഹരമായിട്ടുള്ള ഒരു പൂച്ചട്ടി അവരുടെ കയ്യിൽ നിന്നും താഴെ വീണു, പൊട്ടി. അപ്പോ അവൻ വിചാരിച്ചു, ഇപ്പൊ വഴക്ക് തുടങ്ങും എന്ന് വിചാരിച്ചു. അപ്പോ ആ ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിക്കാണ്, സാരമില്ല, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പൊ ഭാര്യ പറഞ്ഞു, ഐ എം സോറി, ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാ എൻ്റെ കയ്യിൽ നിന്നും വീണു പോയത്. രണ്ടുപേരും അപ്പോൾ ചിരിച്ചു. ആ വിഷയം അവിടെ അവസാനിച്ചു. അപ്പോൾ ഈ ചെന്ന ആ ആളിന്, നമ്മുടെ രണ്ടാമത്തെ വീട്ടിലെ ഹസ്ബൻഡിന് ഭയങ്കര അതിശയമായി. എത്ര പെട്ടെന്നാ വലിയൊരു വഴക്കുണ്ടാകേണ്ടത്? എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു ഒരു ദിവസത്തെ വഴക്കിന്. അത് എത്ര ശാന്തമായിട്ടാണ് ആ ഒരു വഴക്കില്ലാത്ത രീതിയിൽ അത് അവസാനിച്ചത്. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവന്റെ ഭാര്യ അവരുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണു പൊട്ടി. ഇത് കണ്ട ആ ഭർത്താവ് ഉടനെ ഭയങ്കര ദേഷ്യപ്പെട്ടു. നിനക്ക് ഒരു കാര്യത്തിൽ നിനക്ക് ശ്രദ്ധയില്ല, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം താഴെ പോയത്? അത് കേട്ടിട്ട് ഭാര്യയും തിരിച്ചു പറയാൻ തുടങ്ങി. വീട്ടിൽ ഭയങ്കര വഴക്കായി. അപ്പോൾ ഒരു കാര്യം അവൻ തിരിച്ചറിഞ്ഞു, ഈ രണ്ട് വീട്ടിലും ഇപ്പോൾ ഗ്ലാസ് പൊട്ടിയിരുന്നു അല്ലേ? പക്ഷെ ഒരു വീട്ടില് അവർ പരസ്പരം മനസ്സിലാക്കി, മറ്റേ വീട്ടിലാണെങ്കിലോ അവർ പരസ്പരം കുറ്റപ്പെടുത്തി. ആ ദിവസം അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ബന്ധങ്ങളെ വളർത്തുന്നത് സ്നേഹം കൊണ്ട് മാത്രമല്ല, അത് മനസ്സിലാക്കുന്നതിലും കൂടിയാണ് എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി. നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, കേൾക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ ആദ്യ പടിയല്ല. കേൾക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ആദ്യ ഭാഷയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പല ബന്ധങ്ങളിലും പ്രശ്നം എന്ന് പറയുന്നത് സംസാരിക്കാത്തതിലല്ല, അത് കേൾക്കാത്തതിലാണ്. നമ്മൾ പലപ്പോഴും മറ്റൊരാളിനെ കേൾക്കാനായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? അതിന്റെ മറുപടി പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഒരു നല്ല ബന്ധത്തിലെ കേൾക്കുക എന്ന് പറയുന്നത് വാക്കുകൾ മാത്രം കേൾക്കുകയല്ല, പകരം ആ ഒരു വികാരങ്ങളും കൂടി കേൾക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപദേശം ആവശ്യമില്ലായിരിക്കും, പക്ഷെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടാൽ മതിയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകൾ ഉണ്ടാവും. നിങ്ങൾ കാണുന്നത് ഒരാളുടെ പെരുമാറ്റം മാത്രമായിരിക്കും, പക്ഷെ അതിന് പിന്നില് അറിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകും, പറയാത്ത വേദനകൾ ഉണ്ടാവും, അറിയാത്ത പോരാട്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വിധി എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ആള് ഇങ്ങനെ പെരുമാറുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഈ ഒരു ചിന്ത നിങ്ങളുടെ ബന്ധങ്ങളെ മാറ്റിമറിക്കും, ഉറപ്പാണ്. പലപ്പോഴും ശരിയാക്കാൻ ശ്രമിക്കുന്നതിലല്ല വിജയം എന്ന് പറയുന്നത്, ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പല ദമ്പതികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? ഓരോ സംഭാഷണവും അവർ ഓരോ മത്സരമാക്കുകയാണ്. ഞാനാണ് ശരി, നീയാണ് തെറ്റ് എന്നിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനായിട്ട് അവർ മത്സരിക്കുകയാണ്. പക്ഷെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഒരേ ടീമിലല്ലേ?
അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ എതിരാളിയല്ല. പ്രശ്നത്തിനെതിരെയാണ് നിങ്ങൾ രണ്ടുപേരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. 4ാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു നന്ദി വാക്ക്, സുഖമാണോ എന്നുള്ള ഒരു ചോദ്യം, ഒരു പുഞ്ചിരി, ഒരു കൈപിടുത്തം, അല്ലെങ്കിൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക്, ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ വലിയ ബന്ധങ്ങളെ ശക്തമാക്കും, വലിയ ബന്ധങ്ങൾ അത് സൃഷ്ടിക്കും. സ്നേഹം എന്ന് പറയുന്നത് വലിയ സമ്മാനങ്ങളിൽ ഒതുങ്ങുന്നതല്ല, ചെറിയ ചെറിയ വാക്കുകള്, കരുതലുകൾ, ഇതൊക്കെയാണ് ആ വലിയ ബന്ധങ്ങൾ ശാശ്വതമാക്കി നിലനിർത്തുന്നത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവര്, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോട് ഈ ഒരു ചോദ്യം ചോദിക്കുവോ? ഞാൻ നിന്നെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഈ ഒരു ചോദ്യം ഒരു ബന്ധത്തെ രക്ഷിച്ചേക്കാം. ഓർക്കാനുള്ള ഒരു കാര്യം, സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ മാറ്റാൻ ശ്രമിക്കലല്ല, പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വഴക്ക് കുറയും, കൂടുതൽ വിശ്വാസം ഉണ്ടാകും, കൂടുതൽ സന്തോഷമുണ്ടാകും, കൂടുതൽ സ്നേഹമുണ്ടാകും. കാരണം സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നു, പക്ഷെ അത് വളരുന്നത് മനസ്സിലാക്കലിലൂടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കാര്യം, ഒരു വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു വീഡിയോ ചിലപ്പോൾ ഒരു വലിയ ബന്ധത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ അവരുമായിട്ട് മത്സരിക്കാനല്ല ശ്രമിക്കേണ്ടത്, പകരം അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് ആ ബന്ധം, മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ബന്ധമാണ് ജീവിതകാലം മൊത്തവും നിലനിൽക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്. തീർച്ചയായിട്ടും പേഴ്സണൽ സെഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പേഴ്സണൽ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ്സിലേക്ക് എത്തി നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടിയുമുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് റൈസ് വിത്ത് ഷജീസ് ഇൻസ്പയറിനോടൊപ്പം നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.